വീണ്ടും മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അതിഥിയുടെ കൂടെയാണ് ഉള്ളത്. മിനി നായർ എന്നാണ് ഞാൻ സ്വന്തമായിട്ട് വളരെ ചെറുപ്പത്തിലേ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഡോക്ടർ മിനി പ്രമോദ് മേനോൻ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ആധികാരികമായിട്ട് മോഹിനിയാട്ടത്തെ പറ്റി സംസാരിക്കാനും അതോടൊപ്പം തന്നെ മോഹിനിയാട്ടം പഠിപ്പിക്കാനും ഞാൻ പറയും ഒരു ആധികാരികമായിട്ടുള്ള ഒരു ഒരു PhD എടുത്ത് ആ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ വളരെയധികം ആദരിക്കുന്ന ഒരു കലാകാരിയാണ്. എന്തായാലും നമുക്ക് ഇപ്പൊ മിനിയെ കുറിച്ച് എന്താണ് മിനി ചെയ്യുന്നത്? മിനി ഒരു സെലിബ്രിറ്റി ആണോ? അതോ മിനിയുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വഴിത്തിരിവുകൾ എന്തൊക്കെയാണ് ഇപ്പൊ നടക്കണേ? അങ്ങനത്തെ സംഭവങ്ങളാണ് ഞങ്ങളുടെ ഓസ്ട്രേലിയൻ മലയാളികളുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. മിനി 2 ദിവസമായി ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഇപ്പോഴും ആ ഒരു സമയത്തിന്റെ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. മിനി അതുകൊണ്ട് ഒരു ചെറിയൊരു ഓർക്കത്തിന്റെ മൂഡിലൊക്കെയാണ്. പക്ഷെ ആക്റ്റീവായിട്ട് ഞാൻ എന്തായാലും കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഒന്ന് ഉഷാറാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അല്ലെങ്കിൽ ഞാൻ എന്റെ ചോദ്യങ്ങളാണ് എന്റെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് മിനി പറയൂ, എവിടെയാണ് മിനി? നാട്ടില് എന്താണ് മിനി ചെയ്യുന്നത്? ആദ്യം തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്തതിലേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ നാട്ടിലെ കൊച്ചിയിലാണ്. ഇപ്പോ ഇവിടെ വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ഒരു പ്രോഗ്രാമും വർക്ക്ഷോപ്പും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. കൊച്ചിയിൽ ഞാൻ കലൂരാണ്. കലൂര് എൻ്റെ ഒരു സ്ഥാപനം തന്നെയുണ്ട്, കലന്തിക സ്കൂൾ ഓഫ് ഡാൻസ്. അത് കലന്തിക കൾച്ചറൽ സൊസൈറ്റിയുടെ കീഴിൽ ചെയ്യുന്ന ഇത് രണ്ടും. കലന്തിക കൾച്ചറൽ സൊസൈറ്റിയുടെ ഡയറക്ടറാണ്. കലന്തിക സ്കൂൾ ഓഫ് ഡാൻസിന്റെ ഏറ്റവും ഫൗണ്ടറാണ്, മെയിൻ ടീച്ചറാണ്. അപ്പൊ ഞാൻ അതിലൂടെ നടത്തുന്നത് ക്ലാസിക്കൽ ഡാൻസ്. മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മോഹിനിയാട്ടമാണ്. കാരണം ഞാൻ മോഹിനിയാട്ടത്തിലാണ് കുറെ കാലങ്ങളായിട്ട് എല്ലാം ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി 3 ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തതും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചതും അതിൽ PGയും അതിൽ PhDയും ഒക്കെ എടുത്തത് മോഹിനിയാട്ടത്തിലാണ്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മോഹിനിയാട്ടമാണ്. അതാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മിനി, എനിക്കറിയാം മിനി ഇപ്പൊ റീസെന്റ് ഇപ്പം ഇങ്ങോട്ട് വരുന്നതിന്റെ ജസ്റ്റ് മുമ്പാണ് നിങ്ങളുടെ ഒരു നാഷണൽ ഫെസ്റ്റിവല് കഴിഞ്ഞത്. പക്ഷെ അതില് മോഹിനിയാട്ടം ഉണ്ടായിരുന്നു, പക്ഷെ മറ്റു പല കലാകാരികളെയും കണ്ടു. ഒരു ഫെസ്റ്റിവലിനെ പറ്റിയിട്ടോ ഒന്ന് പറയാവോ? തീർച്ചയായിട്ടും. കാരണം ക്ലാസിക്കൽ കലാരൂപങ്ങളെ എല്ലാത്തിനെയും നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് കലന്തിക കൾച്ചറൽ സൊസൈറ്റി തുടങ്ങിയിരിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന വിഷയം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മോഹിനിയാട്ടത്തിലാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഭരതനാട്യം പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കൂടുതൽ അറിവുകൾ ഉള്ളത് ആ അറിവ് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ടീച്ചിങ്ങിലൂടെ നടത്തുന്നത്. പക്ഷെ കലന്തിക കൾച്ചറൽ സൊസൈറ്റിയിലൂടെ നടത്തുന്നത് ശാസ്ത്രീയ കലകൾക്കെല്ലാം, അത് സംഗീതത്തിനും എല്ലാത്തിലും പ്രൊമോഷൻ കൊടുക്കുക. ഈ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് നമ്മുടെ അടുത്ത ജനറേഷനിലേക്ക് ഈ ക്ലാസിക്കൽ കലകള് കൈമാറ്റം ചെയ്യപ്പെടാനാണ്. അതുപോലെ തന്നെ പഠിക്കുന്ന ആൾക്കാർക്കും ഈ ഫെസ്റ്റിവലിലൂടെ കണ്ട് മനസ്സിലാക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. വലിയ വലിയ ലെജൻഡറി ആർട്ടിസ്റ്റിനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അവര് ചെയ്യുന്ന പെർഫോമൻസ് കണ്ടിട്ട് ധാരാളം പഠിക്കാനുണ്ട്. നമ്മളൊരു ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളല്ല, കൂടുതലായിട്ട് ഓരോരുത്തരുടെയും എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ പെർഫോമൻസസ് നമ്മൾ ലൈവായിട്ട് കണ്ണുകൊണ്ട് കാണണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു നാഷണൽ ഫെസ്റ്റിവല് അതെന്തായിരുന്നു? ആരൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത്? ആ കലാകാരികള് എന്തൊക്കെയാ ചെയ്ത്? അങ്ങനെ ഒന്ന് ഞങ്ങളോട് പറയാമോ? ഞങ്ങൾ ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നത്. ഇത് 4th എഡിഷൻ ആണ്. കലന്തിക കൾച്ചറൽ സൊസൈറ്റിയുടെ നാഷണൽ ഫെസ്റ്റിവൽ 4th എഡിഷൻ ആണ് ഇത് നടക്കുന്നത്. 2019ലാണ് നമ്മുടെ ആദ്യത്തെ ഫെസ്റ്റിവൽ നടക്കുന്നത്. അന്ന് തുടങ്ങി തന്നെ നമ്മുടെ കലാരൂപങ്ങളിലെ ഏറ്റവും ലെജൻഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ തന്നെ കൊണ്ടുവരാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. പിന്നെ ഡേറ്റ് ക്ലാഷ് അങ്ങനത്തെ കാര്യങ്ങൾ ആർട്ടിസ്റ്റിന് എപ്പോഴും ഉണ്ടാകും. നമ്മൾ പറയുന്ന ഡേറ്റ്, നമ്മൾ പറയുന്ന ദിവസങ്ങളൊക്കെ അവർക്ക് അവൈലബിൾ ആയിട്ട് അവരുടെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. കുറെ ആർട്ടിസ്റ്റിനെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വിളിച്ച് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും നല്ലത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. 4 വർഷങ്ങളായിട്ട് ഏത് തരത്തിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെയാണ് കൊണ്ടുവന്നത്? ഇപ്പൊ റീസെന്റ് നമ്മൾ കൊണ്ടുവന്നത് ശ്രീമതി മാളവിക സരൂക്കായി, ഭരതനാട്യം
ഭരതനാട്യത്തില്. ഉം ഉം. അവരുടെ കോൺസെർട്ടോടു കൂടിയാണ് നമ്മുടെ ഫെസ്റ്റിവൽ തുടങ്ങിയത്. തുടങ്ങിയത്. പിന്നെ മോഹിനിയാട്ടത്തില് ജയപ്രഭ മേനോൻ, ഉം ഉം. ഡോക്ടർ സുനന്ദ നായർ ഉം ഉം. US ആണ്. ഉം ഉം. അവരാണ് രണ്ടുപേരാണ് മോഹിനിയാട്ടം പെർഫോമൻസ് നടത്തിയത്. ഉം ഉം. പിന്നെ ശ്രീമതി ആചാര്യ അനിത ഗുഹ, അവരുടെ ഒരു ഉം. ടീമിന്റെ ഭരതനാട്യം ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു, ഉം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു. അതെ. പിന്നെ ഒഡീസി സുജാത മൊഹപാത്ര കേട്ടിട്ടുണ്ടാവും. ഉം ഉം. ഒഡീസിയിലെ ഏറ്റവും ലെജൻഡ് ആണ് അവര്. ഉം ഉം. അവരുടെ മകള് ഉം പ്രീതിഷ മൊഹപാത്ര. ഉം. പിന്നെ കൂച്ചുപുടി രാജ രാധാ റെഡ്ഡി, അവരുടെ മകള് ഭാവന റെഡ്ഡിയാണ് കൂച്ചുപുടി ചെയ്തത്. ഉം. അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു നിര അതെ. കൊണ്ടുവന്നാണ് നമ്മള് ചെയ്തത്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ പിന്നെ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാല് വിദ്യാസുബ്രഹ്മണ്യം ഭരതനാട്യം അപ്പൊ ദിവസങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. 4 ഡേയ്സിലാണ് ഇപ്രാവശ്യം നടത്തിയത്. ലാസ്റ്റ് 3 ഇയേഴ്സ് നമ്മൾ നടത്തിയത് 3 ഡേയ്സിന്റെ ഉം. ഫെസ്റ്റിവൽ ആയിട്ടാണ് എല്ലാ കൊല്ലവും നടത്തിയത്. അപ്പൊ ഇത് ഏകദേശം എത്ര പേര്, എത്ര കലാകാരന്മാർ ഇത് കാണാനായിട്ട് വരും? ഇപ്പൊ നാട്ടില് കേരളത്തില് കലകള് സ്നേഹിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അത് നമ്മൾ എവിടെയാണ് സാധാരണ, ഫൈൻ ആർട്സിലാണോ? ഞങ്ങളവിടെ ഫൈൻ ആർട്സ് സൊസൈറ്റി ഹാളിലാണ് നമ്മൾ നടത്തുന്നത്. അത് ഏറ്റവും എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഒരു സ്റ്റേജ് സ്ഥലമാണ്. ആണ്. ആ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട, വളരെ പോസിറ്റീവ് ഉം. എനർജി കിട്ടുന്ന ഒരു സ്റ്റേജ് ആണ്. നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമല്ല, എല്ലാ ആർട്ടിസ്റ്റും എല്ലാവരും അത് തന്നെ പറയാം. പറയാറുണ്ട്. അവിടെ ഒരു 800 to 1000 ആൾക്കാര് ആൾക്കാര് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാ ഫെസ്റ്റിവലിനും ഏതാണ്ട് ഇതേപോലെ തന്നെ നടന്നത്. ഓഡിയൻസ് ഉണ്ടാവാറുണ്ട്. നമ്മളുടെ ഇപ്പൊ ഞാൻ പേപ്പറിലും അല്ലെങ്കിൽ ഇപ്പം ഓൺലൈനിലൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഇസ് വെരി എലഗന്റ്ലി ഷെയർ ചെയ്യുന്നുണ്ട് ഓരോ പരിപാടികളും. കാരണം വലിയ വലിയ കലാകാരികളാണ്. അപ്പൊ അവരുടെ തന്നെ ഫോട്ടോസും അവരുടെ മേക്കപ്പും ഒക്കെ വരുമ്പോൾ തന്നെ നിങ്ങളുടെ കലന്തികയുടെ ആ ഒരു സോഷ്യൽ മീഡിയ ഭയങ്കര കളർഫുൾ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങള് ക്വാളിറ്റീനെ കോംപ്രമൈസ് ചെയ്യാണ്ടാണ് എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത്. അത് തന്നെയാണോ ടീച്ചർ കുട്ടികളെ അതെ, പഠിപ്പിക്കുന്നതും? അതെ. അതെ. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ട് ഒന്നും ചെയ്യണ്ടെന്നാണ് എന്റെ ഒരു ആറ്റിറ്റ്യൂഡ്. ഓക്കെ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ക്വാളിറ്റി മാക്സിമം നമുക്ക് പറ്റുന്ന മാക്സിമം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. കുട്ടികളും അതിനനുസരിച്ച് അവർക്ക് പറ്റുന്ന മാക്സിമം, അതല്ലേ നമുക്ക് എപ്പോഴും അതെ പറയാൻ അതെ. പറ്റുള്ളൂ. അവര് ട്രൈ ചെയ്താലും, ചിലപ്പോ ഞാൻ ട്രൈ ചെയ്താലും ഉം. ചിലപ്പോ നടക്കില്ല. ഉം. പക്ഷെ മനസ്സിന്റെ ഉള്ളില് നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി എന്നുള്ളതാണ് ശരി. പഠിപ്പിക്കുമ്പോഴായാലും ഫെസ്റ്റിവൽ നടത്തുമ്പോഴായാലും ഒക്കെ ചെയ്യുന്നത്. ഉം. നമുക്ക് ധാരാളം ബാക്ക് സപ്പോർട്ടുകൾ ഉണ്ട്. ഉണ്ട്. അപ്പൊ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നായാലും നമ്മുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നായാലും നല്ലൊരു സപ്പോർട്ട് അതിന് നമുക്കുണ്ട്. വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു എലഗന്റ് ആയിട്ട് നമുക്കതിനെ അതിനുവേണ്ടി ചെയ്യാനായിട്ട് പറ്റുന്നത്. അതെ, അപ്പൊ ബാക്കി ഇതില് എടുത്തു പറയേണ്ട ഒരു ബാക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മിനിയുടെ ഭർത്താവ് തന്നെ ഇവന്റ് മാനേജറാണ്. അപ്പൊ അതിന്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് അതിൽ കാണാനുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ആ ഒരു കോംപ്ലിമെന്റിങ് ഈച്ച് അതർ എന്നുള്ള രീതിയിൽ അതെ, ഹെൽപ്പ് അതെ, ചെയ്യുന്നുണ്ട് അതെ, അല്ലെ? അതെ. എസ്തെറ്റിക്കലി ആള് ഭയങ്കര ഉം. ഇതാണ്. അപ്പൊ ആളുടെ ഐഡിയാസ് ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ സൈഡ് നോക്കണ്ട. ഉം. കാരണം അതെങ്ങനെ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാം, ഉം. എങ്ങനെ ആ മൊത്തം ഇവന്റിനെ ഏറ്റവും എലഗന്റ് ആയിട്ട് ഉം. അവതരിപ്പിക്കാം എന്നൊക്കെ ഉള്ളത് ഉം. ആളുടെ ഐഡിയ ആണ്. ഉം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഭാഗത്തേക്ക് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണ്ട. ഉം. എനിക്ക് ഈ പറയുന്ന പാർട്ടിക്കുലർ ആർട്ടിസ്റ്റിനെ ഉം. പറയാനും അവരെ കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെയാണ് എനിക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് നമ്മള് ചെയ്യേണ്ടത്. മെൽബൺ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ആണെങ്കിലും കലയെ ഒത്തിരി സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ നിങ്ങളുടെ ഒരു കലന്തിക ഫെസ്റ്റിവൽ മെൽബണിലോട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമോ? അല്ലെങ്കിൽ അതിന് താല്പര്യമുണ്ടോ ഞങ്ങൾ ഓ, സഹകരിക്കുകയാണെങ്കിൽ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇത് എങ്ങനെ നടത്തണം എന്നുള്ളത് നമുക്ക് നല്ല ഐഡിയ ഐഡിയ ഉണ്ട്. ഉണ്ട്. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസും ഇത്രയും ഉം. 4th എഡിഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള നല്ല ധാരണയുണ്ട്. ഉം. പിന്നെ ഓരോ കൺട്രിയിൽ പോകുമ്പോൾ അതിന്റെ സപ്പോർട്ട് നമുക്ക് കിട്ടണം. ഉം. കാരണം നമ്മൾ ഇന്ത്യയിലാണുള്ളത്. ഉം. ഉം. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഉണ്ട്. ഈസി ആയിട്ട് കാരണം ഇംപ്ലിമെന്റ്. ഇവിടെ തന്നെ കുറേ നല്ല ക്ലാസിക്കൽ ഡാൻസ് ടീച്ചേഴ്സ് ഉണ്ട്. മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, കഥക്, അതെ. ഈവൻ കഥകളി, അങ്ങനെ ഉം. പല പല രീതിയിൽ ഇപ്പൊ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഓൺലൈനായിട്ടോ അല്ലെങ്കിലും അല്ല. ഇപ്പം എനിക്കാണെങ്കിലും ഇവിടെ ഓൺലൈനിൽ സ്റ്റുഡൻസ് സ്റ്റുഡൻസ് ഉണ്ട്. ഉണ്ടല്ലോ. അതെ. ഇപ്പൊ ഞാൻ മോഹിനിയാട്ടം പഠിച്ചുകൊണ്ടിരുന്നത് എന്റെ ടീച്ചർ
മിസ്റ്റർ ലക്ഷ്മി ശരത്താണ്. ലക്ഷ്മി ശരത്തിന്റെ ആ സ്കൂളിന്റെ കോൺസേർട്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് നടന്നത്. അസലായിട്ടാണ് കുട്ടികൾക്ക് അടിക്കണേ. അപ്പം നമ്മൾ ആ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഇവിടെ എനിക്ക് തോന്നുന്ന ആ ഒരു ഗൃഹാതുരത്വം കൂടുതലുള്ളത് കൊണ്ട് കുട്ടികളെ സ്വാഭാവികമായിട്ട് ഉം. അച്ഛനും അമ്മയും അതിനു വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അതുപോലെ തന്നെ കലാധാര എന്ന് പറയുന്ന ഒരു സംഗീതവും നൃത്തവും കൂടെ തുടങ്ങുന്ന ഒരു അസോസിയേഷൻ ഉം. പോലെ അവര് പരിപാടികൾ ഇങ്ങനെ നടത്തുന്നുണ്ട്. ഉം. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു ഫെസ്റ്റിവൽ ഒരു നാഷണൽ ലെവലിൽ നിങ്ങൾ ഇന്ത്യയിൽ നടത്തുന്നു. ഉം. അപ്പൊ അതെന്തുകൊണ്ട് ഒരു ഇന്റർനാഷണൽ ലെവലിൽ പോന്നൂടാ? തീർച്ചയായിട്ടും എന്തായാലും ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് കലാധാര ഇന്റർനാഷണൽ നമുക്ക് പ്രതീക്ഷിക്കാം. ആ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കണക്ട് ചെയ്യാം. നമുക്ക് ഇത് വളരെ ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളുടെ കലയെ മറ്റു നമ്മുടെ അടുത്ത തലമുറയിലോട്ട് കൊടുക്കുക എന്നുള്ളത്. ഒരു പക്ഷേ ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു കലാ ലോകത്തില്ലാത്തവർക്ക് മിനി എന്നുള്ള ഒരു വ്യക്തിയെ ഒരു സെലിബ്രിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ടോ അറിയത്തില്ലായിരിക്കും. പക്ഷേ കലയെ സ്നേഹിക്കുന്നവര് അത് നാട്ടിലാണ് നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കലയെ വളർത്താൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്ന ഒത്തിരി കലാകാരന്മാരെ നാട്ടിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു പക്ഷെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു സിനിമാറ്റിക് അല്ലെങ്കിൽ സിനിമാ ലോകത്തുള്ള ആളുകൾക്ക് അതെ. അല്ലെങ്കിൽ സ്പോർട്സ് രംഗത്തുള്ള ആളുകൾക്ക് കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പം. അപ്പൊ ഈ ഒരു കലയെ സ്നേഹിക്കുന്നവർക്ക് ഒരു പക്ഷെ അവരുടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അതെ, ഒരു ചെറിയ നിശ്ചിത ഒരു ഗ്രൂപ്പാണ്. ഉം. പക്ഷെ ആ ഒരു ഇത് ഞാൻ അവിടെ മാറ്റി നിർത്തുവാണ്. മിനി എന്ന ഒരു സുഹൃത്തിനെ എനിക്ക് ഇവിടെ ഓസ്ട്രേലിയയിൽ എന്റെ ഞാൻ താമസിക്കുന്നിടത്ത് കൊണ്ടുവരാൻ പറ്റിയത് തന്നെ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ മിനി എന്നെ അതിനോടനുബന്ധിച്ച് നമ്മുടെ ഓണാഘോഷത്തിന് ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് സമ്മതിച്ചതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. അപ്പൊ മിനിയുടെ പ്രോഗ്രാം നിങ്ങൾക്ക് കാണണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈവായിട്ട് കാണുന്നവരാണെങ്കിൽ 30-ാം തീയതിയാണ് ബാക്കസ്മോഷ് ഹാളിൽ വെച്ചിട്ടാണ് നമ്മൾ മിനിയുടെ പെർഫോമൻസ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ വെസ്റ്റ് മെൽബൺ മലയാളീസിന്റെ ഓണാഘോഷത്തിനോടനുബന്ധിച്ചാണ് മിനി നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നത്. ടിക്കറ്റ് എടുക്കുക, നല്ല ഓണസദ്യ കഴിക്കാം. ഒപ്പം മനോഹരമായ കുറെ നല്ല പരിപാടികളോടൊപ്പമാണ് മിനി നമുക്ക് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പം മിനി എന്താണ് പെർഫോം ചെയ്യുന്നത്, എന്താണ് ഈ കലാകാരിയുടെ കലാരൂപം എന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോന് ശേഷം അല്ലെങ്കിൽ ഓൺലൈനിൽ ഫേസ്ബുക്ക് ലൈവിന് കീഴിൽ ഇടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ടിക്കറ്റ് എടുക്കാത്തവര് ടിക്കറ്റ് എടുക്കുക. ഞാൻ ഇനി മിനിയുടെ കലാകാരിയിലെ ആ ഒരു ചെറുപ്പ കാലഘട്ടത്തിലോട്ട് പോവുകയാണ്. കാരണം അവിടെയാണ് എനിക്ക് കൂടുതൽ മിനിയെ പറ്റി അറിയാൻ പറ്റുക. ഞാനും മിനിയും 2-ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ നമ്മൾ സ്കൂളുകൾ മാറിയെങ്കിലും പിന്നെ തിരിച്ചു വന്ന പ്രീ ഡിഗ്രി ഒരുമിച്ചായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്ന ഡിഗ്രി നമ്മൾ വീണ്ടും പിരിഞ്ഞെങ്കിലും നമ്മളുടെ സുഹൃത്ത് ബന്ധം നമ്മൾ ഇത്ര അതേപോലെ വർഷങ്ങളായിട്ട് തന്നെ. നമ്മൾ കൊണ്ടുപോകുന്നു. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിനെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ കോവിഡിന്റെ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. സിന്ധു ബിജു ഒരു വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ്. ഗിന്നസ് ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ആണ്. ഒരു റേഡിയോ സ്റ്റേഷനിൽ ആർജെ ആയിട്ട് തന്നെ നാട്ടിൽ ദുബായിൽ ദുബായിലാണ്. ഹിറ്റ് എഫ് എമ്മിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനും മിനിയും സിന്ധുവും ഞങ്ങൾ 3 പേരുമാണ് എന്റെ യങ്കർ വേർഷനിൽ അല്ലെങ്കിൽ എന്റെ ടീനേജ് പ്രായത്തിലൊക്കെ നമ്മൾ ഒരുമിച്ച് ചെയ്തത്. ഞാൻ ഇന്നലത്തെ എന്റെ ഷോയിൽ ഞാനത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അന്ധകാലത്ത് എനിക്ക് തോന്നുന്നു 89-90 ആ സമയത്തൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഒക്കെ പഠിച്ചു. പിന്നെ നമ്മൾ പല രീതിയിലുള്ള ക്ലാസ്സുകൾ, അഡ്വർടൈസ്മെന്റിന്റെ സംഭവങ്ങള്, അങ്ങനെ വളരെ വലിയ പ്രതീക്ഷകളും ക്രിയേറ്റീവ് ആയിട്ടുള്ള അത് വലിയൊരു തന്നെ ഫ്രെയിമായിരുന്നു. ഫ്രെയിമും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിവാഹം, പഠനം, ജോലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 3 ഭാഗങ്ങളിലോട്ട് തിരിഞ്ഞു പോവുക ചെയ്തത്. 3 കൺട്രിയിൽ. അതെ, 3 രാജ്യത്ത്. പക്ഷെ നമ്മളിപ്പം എന്തുകൊണ്ടോ നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടുന്ന ഒരു ഫീലാണ് മിനിയെ എനിക്ക് ഇവിടെ നേരിട്ട് കാണാനായിട്ട് പറ്റുമ്പോൾ സാധിച്ചത്. പക്ഷെ ഞാൻ മിനിയുടെ ആ ഒരു കുട്ടിക്കാലത്തിലോട്ട് കൊണ്ടുപോവാണ്. മിനി എങ്ങനെയാണ് ഒരു നൃത്തത്തിനോട് ഇങ്ങനെ ഒരു വാസനയുള്ള കുട്ടിയായിട്ട് വന്നത്? ആരാണ് അതിന്റെ പിറകില്? എന്തൊക്കെയായിരുന്നു ആ കുട്ടിക്കാലത്തെ ഓർമ്മകള് നൃത്തത്തെ കുറിച്ച്? എനിക്ക് ഓർമ്മ വെക്കുമ്പോ തന്നെ ഞാൻ ഡാൻസിലാണ്. ഉം കാരണം ഉം ഉം. അമ്മയ്ക്ക് അത്രയും അധികം താല്പര്യമുള്ള ഒരാളാണ്. എല്ലാ കലകളോടും വലിയ താല്പര്യമാണ്. ഞങ്ങള് 3 പെൺകുട്ടികളാണ്. ഞങ്ങള് 3 പേരെയും ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വലിയ ലക്ഷ്യത്തോടു കൂടിയും ഭയങ്കര മയ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അമ്മ പഠിപ്പിച്ചിരിക്കുന്നത്. 3 പേരും നന്നായിട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ഉം ഉം ആഗ്രഹിച്ച് ഉം. പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മള് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ, അപ്പൊ ഒരു കുട്ടി നമ്മൾ ആലോചിച്ച് തുടങ്ങിയ ആഗ്രഹമാണ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഉം. നമ്മളെ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് എന്റെ ആഗ്രഹം കൊണ്ടാണോ ആഗ്രഹമല്ല, പഠിപ്പിച്ചതെന്ന് അറിയത്തില്ല. അറിയില്ല. കാരണം എനിക്ക്
ഓർക്കുന്നത് ഞാൻ അങ്ങനെയാണ്, ആണ്. ഡാൻസിലാണ് അതെ. ഓർക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ പഠിച്ചു. ഉം. അതിന്റെ എവിടെയെങ്കിലും പോലും എനിക്ക് അയ്യോ എനിക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുമില്ല. ഉം. ഇപ്പൊ ഏതായിരുന്നു സംഗതി സംഭവിച്ചത് അതെ. എനിക്കറിയില്ല. ഉം. അപ്പൊ ഇഷ്ടത്തോടു കൂടി തന്നെ പഠിച്ചത് കൊണ്ട് അതിന്റെ ഓരോ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഉം. വളരെ നന്നായിട്ട് തന്നെ പഠിക്കാനും നന്നായിട്ട് തന്നെ ചെയ്യണം എന്നുള്ള ഉം. ഒരാഗ്രഹം വന്നു. പിന്നെ ഞാൻ ഇപ്പോ കോമ്പറ്റീഷനോട് ഭയങ്കര എഗെയിൻസ്റ്റ് ആണെങ്കിലും സ്കൂൾ കാലഘട്ടങ്ങളില് ഈ കോമ്പറ്റീഷനൊക്കെ ട്യൂഷനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രൈസുകള് ഇൻസ്പിറേഷൻ. നമുക്ക് ഇൻസ്പയർഡ് ആണ്. ഉം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പ്രൈസ് കിട്ടുമ്പോൾ എല്ലാവരും അഭിനന്ദനങ്ങള് ഒക്കെ പറയുന്നു. ഉം. ഞാനതില് ഇങ്ങനെ വലിയ പൊങ്ങി പോകുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ എങ്കിലും ആസ് യൂഷ്വൽ അങ്ങനെയൊന്നുമല്ല. പക്ഷെ എന്തായാലും എന്തൊരു ഒരു ഇൻസ്പിറേഷൻ അതെ, ആണത്. അതെ, അതെ. ഓക്കെ നെക്സ്റ്റ് ഇതിലേക്ക് പോകാം ഉം. എന്നുള്ളതില്. ഉം. കിട്ടിയില്ലെങ്കിലും എനിക്ക് വലിയ വിഷമമൊന്നും ഉണ്ടാവാറില്ല. ഉണ്ടാവില്ല. അത് ഞാൻ എപ്പോഴും നമ്മുടെ കുട്ടികളോട് പറയാറുണ്ട്. കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കിട്ടാതിരിക്കുമ്പോഴും ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് പ്രശ്നമില്ല. വിഷമിച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴും ഞാൻ പറയും കോമ്പറ്റീഷന് പോകുമ്പോൾ നിങ്ങൾ വളരെ ഉം. ഉം. ഹെൽത്തി കോമ്പറ്റീഷൻ ആണ് വേണ്ടത്. ഒന്നുകിൽ പോവാതിരിക്കുക ഹെൽത്തി കോമ്പറ്റീഷൻ അല്ല എങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്റ്റേജ് കിട്ടുന്ന ഒരു സാധ്യത മാത്രം, പോസിബിലിറ്റി മാത്രമായിട്ട് നിങ്ങൾ ഉം. അതിനെ കാണുക. അല്ലാതെ ഒരിക്കലും അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ കിട്ടിയില്ല എന്നുള്ളതോ കിട്ടി ആയിട്ട് എന്നുള്ളതോ ഒന്നും എടുക്കരുത്. അതിനെ ബാധിക്കാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ജേർണി ഉം. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഉം. ഉം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അക്കാഡമിക് സൈഡിലും ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല ഉം. നന്നായി അതെ, അതെ. പഠിച്ചിരുന്നു. 10ാം ക്ലാസ്സിലൊക്കെ നമ്മളുടെ ഭയങ്കര വലിയ എന്താ സ്കൂൾ പറയാ, ഫസ്റ്റ് ഒക്കെ ആയിരുന്നു അറിയാം. ഇത് ഓർക്കുന്നുണ്ടോന്ന് അറിയത്തില്ല, കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവസാനം മിനിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. സ്കൂൾ ഫസ്റ്റ് കിട്ടിയത് മിനിക്കായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പഠിത്തത്തിലും കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ മിനി പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പഠിത്തത്തിൽ എനിക്ക് തോന്നുന്നു ഡിഗ്രി കഴിഞ്ഞ യുസിയില് മാത്സ് ചെയ്തു. ഡിഗ്രി യുസിയിൽ മാത്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് MBA ഫിനാൻസ് MBA ആണ് ഫൈനാൻസ് ചെയ്തത്. ചെയ്തു. അത് കഴിഞ്ഞ് ആ ജോലി ചെയ്തത് ജോലി ചെയ്തിട്ട് ഇവിടെ ഷെയർ കൊച്ചിയിലാണ് ഗ്രൂപ്പ്. ഷെയർ ബൊണാൻസ പോർട്ട്ഫോളിയോ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഫേമിൽ വർക്ക് ചെയ്തു. ഉം. അപ്പോ തന്നെ ഈ പറഞ്ഞ പോലെ കലാമണ്ഡലത്തിലായാലും കാലടി യൂണിവേഴ്സിറ്റിയിലായാലും ഈ കോഴ്സുകൾ വരാൻ തുടങ്ങി. ഉം. അക്കാഡമിക് സൈഡിൽ അങ്ങനെ ഒരു കാര്യം മാറ്റം സംഭവിച്ചു തുടങ്ങി. കേരളത്തില്. അല്ലെങ്കിൽ അതുവരെ കേരളത്തിലും കലാമണ്ഡലത്തിലും RLVയിലും ഒക്കെ ഡിപ്ലോമ കോഴ്സുകൾ മാത്രമേ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. ഡാൻസിന് ഉം. ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ ഡിഗ്രി PG അങ്ങനെ അങ്ങനെയുള്ള ചെയ്യാനും PhD ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വന്നു. തുടങ്ങി. അങ്ങനെ കാലടി യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് ഒരു PhD വന്നതാണ്. അത് PhD വന്നത് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്തതും ഞാനാണ്. ഞാനാണ്. അതായത് നൃത്തത്തില് കേട്ടോ, ചെയ്തത്. ബാക്കിയുള്ളതിലല്ല, അതെ. നൃത്തത്തില്. അപ്പൊ മിനി എനിക്കറിയാം നമ്മള് ഞാൻ ആ സമയത്ത് എന്റെ കുറെ പഠനങ്ങളും അതും ഇതൊക്കെ ഞാൻ ടീച്ചർ ട്രെയിനിങ്ങും പിന്നെ ആ അങ്ങനത്തെ ഇതിൽ പോയി. സിന്ധു ജേർണലിസം എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ സിന്ധു കല്യാണം കഴിയുന്നു. ഉം. അത് കഴിഞ്ഞ് മിനി കല്യാണം കഴിയുന്നു. പിന്നെ ഞാൻ കല്യാണം കഴിയുന്നു. അങ്ങനെ അങ്ങ് ആ, നമ്മൾ ആ ഒരു അത് 98 വർഷത്തിൽ നമ്മൾ പല സ്ഥലങ്ങളിലോട്ട് നിങ്ങളിലായി പോവാണ് പോയി. അതെ ചെയ്തത്. അതെ അപ്പൊ ഇതില് എനിക്ക് ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ മിനിയെ ഓർക്കുമ്പോൾ എന്റെ അപ്പച്ചൻ ആ ഒരു യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ എപ്പോഴും ഈ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ എംസിങ് പിന്നെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ബാക്ക് സ്റ്റേജിന്റെ മെയിൻ ആളാണ്. അതെ അതെ അപ്പൊ എനിക്ക് മെയിനാണ്. തോന്നണേ എന്റെ അപ്പച്ചൻ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ പേര് പേര് വിളിച്ചിട്ടുണ്ട്. പറഞ്ഞേക്കുന്നത് മിനി നായരം, മിനി നായരം എന്നാണ്. അപ്പം ഞാൻ ആലോചിക്കാറ് എന്റെ അപ്പച്ചന്റെ ഉറക്കത്തിൽ വരെയുള്ള പേരാണ് മിനി നായരം. കാരണം മിനി അങ്ങനെ കലാതിലകമായിരുന്നു. ഒപ്പം ഒത്തിരി കാര്യങ്ങള് അതിലുണ്ടാകുമ്പോൾ ആ സർട്ടിഫിക്കറ്റ്സ് എഴുതുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പച്ചനായിരുന്നു സർട്ടിഫിക്കറ്റ് ആ, കൈകൊണ്ട് അന്ന് അതെ അതെ കാലിഗ്രാഫി അതെ ഓ, വെച്ചൊക്കെ ഭയങ്കര ചെയ്തോണ്ടിരുന്നത്. നല്ല അസലായിട്ട് ഭംഗിയായിട്ട് ഇങ്ങനെ എഴുതും, എഴുതുന്ന ആളാണ്. ഭംഗിയായിട്ട് അപ്പൊ MCing. അതെ. അപ്പം അതുപോലെ തന്നെ സിന്ധു നമ്മള് KCSL എന്ന് പറഞ്ഞ ഒരു കാത്തലിക് ഓർഗനൈസേഷനിൽ വളരെ ആക്റ്റീവായിട്ട് പ്രസംഗത്തിലും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ സിന്ധു TT എന്നാണ് സിന്ധുവിന്റെ പേര്. അപ്പൊ ആ രണ്ട് പേരുകളാണ് എന്റെ ചെവിയിലും അവിടെ ഇവിടെയും കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അത് സംഭവം ഒരു റൈവലറിനേക്കാൾ അപ്പുറം അതൊരു സുഹൃത്ത് ബന്ധത്തിലോട്ടാണ് അതെ നമ്മളെ അതെ എത്തിച്ചേർന്നത്. തീർച്ചയായിട്ടും പ്രീ അത്രേ. ഡിഗ്രിക്കൊക്കെ ഞാൻ ഇപ്പോഴും മനസ്സിൽ ഓർക്കുന്നത് നമ്മൾ മൂന്നുപേരും കൂടെ മിനിയുടെ വീട്ടിൽ വരുന്നു, പുഴയുടെ അടുത്ത് ഏറ്റവും ഭയങ്കര തിരുവാതിരക്കളിയുടെ ടീം ലീഡർ ഓക്കെ. ആയിരുന്നു. പക്ഷെ എന്താ പറയാ, ആ ഒരു മൂന്ന് പേര് കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു സമയം അല്ലെങ്കിൽ അതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു പ്രചോദനം എന്ന് പറയുന്നത് ദ്രൗപദി ടീച്ചറാണ്. കാരണം ദ്രൗപദി ടീച്ചറാണ് മിനിയുടെ അമ്മ. അപ്പൊ ദ്രൗപദി ജി നായർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി സ്കൂൾ ടീച്ചറാണ്. അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്. പക്ഷെ ആ ഓരോ ഏരിയയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് കണ്ടുപിടിച്ച് നമ്മളെല്ലാവരും മിനിനെ മാത്രമല്ല നമ്മളോട് എല്ലാവരോടും വേണ്ടി ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ച് തരുന്ന ടീച്ചറെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. ഇപ്പോഴും ആ
ടീച്ചറുടെ ആ ഒരു ഓർമ്മകൾ ഭയങ്കര വലിയൊരു ഇതാണ്. ഒപ്പം എന്റെ മനസ്സിൽ ഇപ്പൊ നമ്മൾ ഇന്നലെ സംസാരിച്ചതുപോലെ വിഷമമുള്ള ഒരു സംഭവം, നമ്മുടെ ആ പ്രളയം വന്നോടുകൂടെ മിനിയുടെ എല്ലാ ഫോട്ടോസും എല്ലാ പേപ്പർ സർട്ടിഫിക്കറ്റ്സും കട്ടിങ്സും ഇപ്പൊ ഒക്കെ പോയി. ഇന്നലെ അപ്പൊ ഏറ്റവും പറയുമായിരുന്നു. അധികം സങ്കടപ്പെട്ടത് ആ ഒരു അതാണ് കാര്യത്തിനായിരുന്നു. എന്റെ 2ാം ക്ലാസ്സിലെ ഫോട്ടോ ഫോട്ടോ അതെ, മിനിയുടെ എന്റെ കയ്യിലുണ്ടായിരുന്നു. കയ്യിലിരിക്കുന്ന ബിസ്മിയുടെ ഫോട്ടോയും കൂടി നഷ്ടപ്പെട്ടു. അതെന്റെ വലിയൊരു വിഷമാണ്. നല്ല ക്യൂട്ട് പ- ആയിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു, ബിസ്മിയുടെ കയ്യിൽ കൂടി ഇല്ലാത്തൊരു ഇല്ലാത്തൊരു ഫോട്ടോ. ഫോട്ടോ. പക്ഷെ അതൊക്കെ ഞാൻ ഇന്നലെയാണ് അങ്ങനെ സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത്. പക്ഷെ ആ ഒരു കുഞ്ഞ് മനസ്സിലുണ്ടായിരുന്ന കുറെ നല്ല നല്ല കാര്യങ്ങൾ ഇപ്പൊ ഓർമ്മകൾ മാത്രമായിട്ട് മാറുമ്പോഴും അതിനപ്പുറത്തോട്ട് നമ്മൾ കുറെ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കല്യാണം കഴിയണ വരത്തെ സ്റ്റോറി പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ PhD യാത്ര ഉണ്ടായത്? ആ സമയത്ത് എന്തൊക്കെയായിരുന്നു? കുഞ്ഞെങ്ങനെയാ, കുഞ്ഞിന്റെ ജനനം, അങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാവോ? PhD ചെയ്യാൻ തുടങ്ങിയത് ഞാൻ കല്യാണത്തിന് ജസ്റ്റ് ബിഫോർ ആണ്. തൊട്ട് പിന്നാലെ കല്യാണം, കുട്ടി, അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ എന്നല്ല, അത് നമുക്കൊരു ചേഞ്ച് ആണല്ലോ, ലൈഫിലൊരു ചേഞ്ച് ആണ്. ഉത്തരവാദിത്തങ്ങളാണ്. ഉത്തരവാദിത്തങ്ങളാണ്, ലൈഫിനെ മാറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഓരോ ലൈഫ് സ്റ്റൈലിൽ നിന്ന് മറ്റൊരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്നു. മറ്റൊരു വീടിന്റെ ഒരു ഉത്തരവാദിത്തം എടുക്കുന്നു, കുട്ടീനെ നോക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ PhD ചെയ്യുന്ന ആ കാലഘട്ടങ്ങളിൽ. പിന്നെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും ഒക്കെ കൊണ്ട് ഞാൻ അങ്ങനെ PhD 2002 അങ്ങനെ സബ്മിറ്റ് ചെയ്യാണ് ചെയ്തത്. എല്ലാവരും സപ്പോർട്ട് ചെയ്തു, കുട്ടീനെ നോക്കാനും ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ PhD 2002 സബ്മിറ്റ് ചെയ്തു. പക്ഷെ അത് എനിക്ക് PhD അവാർഡ് ചെയ്തത് 2012 ഒരു 10 years കഴിഞ്ഞിട്ടാണ്. കാരണം ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് PhD ചെയ്യുന്ന ആളായതുകൊണ്ട് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ നോക്കാൻ. വരാനും ഒക്കെ കുറെ സമയമെടുത്തു. പിന്നെ അതുപോലെ തന്നെ അതിന് എക്സാമിനേഴ്സ് അങ്ങനെയൊക്കെ കുറെ ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ. അപ്പൊ അത് നമ്മള് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് ആ യൂണിവേഴ്സിറ്റിയിൽ അതിനെല്ലാം ആൾക്കാരെ വെക്കേണ്ടിയും ഒക്കെ അങ്ങനത്തെ കുറെ ഫോർമാലിറ്റീസ്, അത് കൃത്യമായിട്ട് അങ്ങനെ അറിയില്ല. അതൊക്കെ ഒഫീഷ്യൽ കാര്യങ്ങളാണ്. അതിന്റെ കുറെ ഡിലേ വന്നു. അങ്ങനെയാണ് 2012 അതെനിക്ക് കിട്ടിയത്. പക്ഷെ മാരേജ് കഴിഞ്ഞ് കുറച്ചു കാലം എനിക്കൊരു ചെറിയ ഈ പറഞ്ഞ പോലെ കുട്ടിയൊന്നും വലുതാവുന്നത് വരെയൊക്കെ ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു പെർഫോമൻസ് സൈഡിൽ. പക്ഷെ വൺസ് അത് തുടങ്ങിയപ്പോൾ അതിന് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് പ്രമോദാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു എന്താ പറയാ, വീണ്ടും ഇത് ഉഷാറായിട്ട് ഇതിങ്ങനെ കൊണ്ടുപോകാനും എന്റെ പ്രൊഫഷൻ, അതായത് ഞാൻ MBA കഴിഞ്ഞ് വർക്ക് ചെയ്യുന്ന ആ പ്രൊഫഷനെ മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സ്കൂള് തുടങ്ങാനും ഒക്കെ കാരണമായത്. ഇപ്പൊ എത്ര വർഷമായി സ്കൂൾ മാത്രമായിട്ട് അതൊരു കരിയർ? കലന്തിക സ്കൂൾ ഓഫ് ഡാൻസ് 15 years ആനുവൽ ഡേ ആണ് ഇന്നാള് സെലിബ്രേറ്റ് സെലിബ്രേറ്റ് ചെയ്തത്. ചെയ്തത്. ഇപ്പോഴല്ല, ഇതിനു ലാസ്റ്റ് മുമ്പത്തെ. ജാനുവരി അത് ചെയ്തത്. അപ്പൊ അത് ഇത്രയും 16 years ആയിട്ടുണ്ട് കലന്തിക സ്കൂൾ ഓഫ് ഡാൻസ്. പക്ഷെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് എന്റെ ത്രൂ ഔട്ട് എന്റെ ഈ ജേർണിയിലുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഞാനൊരു 15 years തുടങ്ങിയിട്ട് തന്നെ ഇവിടെ ചാലക്കുടിയിലും അവിടെ ഇവിടെയൊക്കെ കുട്ടികൾ ഇവിടെ വീട്ടിൽ വരും, ഇനി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. കാരണം ഡാൻസ് അറിയും അല്ലെങ്കിൽ കലാതിലകാണ് അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഒരു കുട്ടിയെങ്കിലും എനിക്ക് സ്റ്റുഡന്റ് ആയിട്ടുണ്ട്. അപ്പൊ പഠിപ്പിക്കുക എന്നുള്ളത് ഇത്രയും വർഷമായി ഞാൻ 15 ചെയ്യാൻ വയസ്സ് തുടങ്ങി. തൊട്ട് 15 ചെയ്ത. വയസ്സ് തൊട്ട് തുടങ്ങുന്നതാണ്. പക്ഷെ ഒരു സ്കൂൾ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ട് എന്ന് പറയാനാണെങ്കിൽ 16 years ആയി. ഞാനും എന്റെ മോഹിനിയാട്ടത്തിന്റെ ആദ്യ സ്റ്റെപ്പുകൾ മിനിയുടെ കയ്യിൽ നിന്നാണ് പക്ഷെ പഠിച്ചേക്കുന്നത്. ബിസ്മിനെ പഠിപ്പിക്കാൻ ഈസി ആയിരുന്നു. കാരണം വെച്ചാൽ തിരുവാതിരക്കളി ആ. നല്ല വിധത്തില് ബോഡിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ഒന്ന് ക്ലാസിക്കൽ രൂപത്തിലേക്ക്, മറ്റേത് ദേശീയ സമ്പ്രദായമാണ്, ഇത് മാർഗീയാണ്, മാർഗത്തിലൂടെ പോകുന്നതാണ്. അപ്പൊ അതിനെ ഒന്ന് പിടിച്ചെടുക്കാൻ അത്രയേ ഉള്ളൂ. അല്ലാതെ ബുദ്ധിമുട്ടൊന്നുമുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നില്ല. ഞാനിപ്പോ ആ ദേശീയം ആ ഒരു ഇത് വന്നപ്പോഴും എനിക്കറിയാം, നമ്മളൊരു കാര്യം PhD ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു തീസിസിനേക്കാളേറെ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയാണ്. അതിന്റെ തുടക്കം കാര്യങ്ങൾ, ആരൊക്കെയായിരുന്നു അതിന് ഏറ്റവും കൂടുതൽ പ്രചോദനമായത് അല്ലെങ്കിൽ കൂടുതൽ അതിനെപ്പറ്റി ചെയ്തത്. കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറുടെ സ്റ്റുഡന്റ് കീഴിലാണ് ഞാൻ. ഇത് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ PhD ആ ഒരു യാത്രയിൽ അറിഞ്ഞ അല്ലെങ്കിൽ ഈ മോഹിനിയാട്ടത്തോട് ആ ഒരു സ്നേഹം തോന്നാനുള്ള കാരണം, അല്ലെങ്കിൽ അത് കേരളത്തിന്റെ തനതായിട്ടുള്ള ഒരു കല, അങ്ങനത്തെ സംഭവങ്ങള് ഞങ്ങളുടെ കലാകാരമായിട്ട് എന്താണ് അതിൽ നിന്ന് കിട്ടിയ ഞാൻ അറിവുകൾ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഈ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് എനിക്ക് സ്കോളർഷിപ്പ്, കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് മോഹിനിയാട്ടത്തിൽ കിട്ടി. അതിനുശേഷം ജൂനിയർ ഫെലോഷിപ്പ് കിട്ടി. ഇതൊക്കെ കാരണം കൊണ്ടാണ്, അതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അപ്പൊ മോഹിനിയാട്ടത്തിലേക്ക് മാത്രം ഒരു കോൺസെൻട്രേഷൻ വരികയാണ് ചെയ്തത്. ഒബ്വിയസ്ലി, കാരണം ഇത് രണ്ടും കിട്ടിയപ്പോ അതിൽ പഠിക്കണം, അതിന്റെ റിപ്പോർട്ട്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം.
അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം സമയം സ്പെൻഡ് ചെയ്തു. തന്നെ സ്പെൻഡ് ചെയ്തപ്പോ തോന്നിയതാണ്, ആ ഇത് നല്ല ഇതാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് തോന്നിയതാണ്. അല്ലാതെ അത് ഭരതനാട്യം ഇഷ്ടപ്പെടാതെയോ കുച്ചിപ്പുടി ഇഷ്ടപ്പെടാതെയോ ഒന്നും വന്നതല്ല. അതങ്ങനെ എന്താ പറയാ, ഒരു നാച്ചുറലി ആ ഒരു പോയിന്റിലേക്ക് ഞാൻ എത്തുകയാണ്. നമ്മളിപ്പോ മോഹിനിയാട്ടം എന്താണ്? ഇപ്പൊ നമുക്കറിയാം മോഹിനിയാട്ടം എന്ന് പറയാൻ ഒരു വെള്ള വേഷം, തലയിൽ ഇവിടെ ഒരു കെട്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അല്ലാതെ ശരിക്കും ആ ഒരു ലിറ്ററേച്ചർ വഴി നോക്കുമ്പോൾ, അക്കാഡമിക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് മോഹിനിയാട്ടം? അതിന്റെ ഉത്ഭവം എവിടെ നിന്നായിരുന്നു? ഇത് ആക്ച്വലി ഞാൻ ഈ കൂടുതൽ ഇവല്യൂഷൻ ഓഫ് മോഹിനിയാട്ടമേ സ്റ്റഡി എന്നാണ് എന്റെ PhD thesis. അപ്പൊ അതില് ചരിത്രം അന്വേഷിച്ചിട്ട് പോകുമ്പോൾ കുറച്ച് കഷ്ടപ്പാടുണ്ട്. കാരണം ഇതിന് കൃത്യമായ രേഖകൾ വളരെ കുറവാണ്. പക്ഷെ എന്ത് തന്നെയായാലും നമ്മൾ 1950 അതിന് ശേഷമാണല്ലോ കേരളം എന്നൊക്കെ കേരളം എന്നുള്ള ഒരു അറിഞ്ഞത്. ഇതുണ്ടായി. അതുവരെ ദക്ഷിണ ഭാരതം എന്നുള്ളതാണ്. അപ്പൊ ദക്ഷിണ ഭാരതത്തില് ഉണ്ടായിരുന്ന കലാരൂപങ്ങളിൽ പെട്ട ഒന്ന് തന്നെയാണ് മോഹിനിയാട്ടം. അത് കേരളം അത് കൂടുതൽ അടുപ്പം കേരളത്തിലെ രീതികളുമായിട്ടാണ്. ഓക്കെ. കാരണം ഓരോ കലാരൂപവും ക്ലാസിക്കൽ, ഇപ്പൊ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള അതാണ് മാർഗം. നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് ഓരോ ക്ലാസിക്കൽ ആർട്ട് ഫോംസും ഉണ്ടാകുന്നത്. അപ്പൊ അത് പറയുമ്പോൾ തന്നെ അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, അതായത് ദേശത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന്. അപ്പൊ ഒരു ദേശത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ റിഫ്ലക്ഷൻ ആ കലാരൂപത്തില് കാണാൻ പറ്റും. അപ്പൊ മോഹിനിയാട്ടത്തില് കേരളത്തിന്റെ പല റിഫ്ലക്ഷൻസും ഉണ്ട്. അപ്പൊ നാച്ചുറലി അത് കേരളത്തിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. ഇതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആന്ധ്രയിൽ ഉണ്ടായതാണ് കൂച്ചിപ്പുടി, ഒറീസയിലാണ് ഒഡീസി, അങ്ങനെ. അപ്പൊ അതിന്റെ ഒരു രൂപം അതിന് ഒരു കൈവരും. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കണക്റ്റഡ് ആണെങ്കിലും ഈ പറയുന്ന ഒരു സ്വേയിങ് മൂവ്മെന്റ്, റൗണ്ട് മൂവ്മെന്റ്, ഇതൊക്കെ പറയുന്നതൊക്കെ മോഹിനിയാട്ടത്തിലാണ് വരുന്നത്. നമുക്കെല്ലാ കേരളത്തില് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാവർക്കും അങ്ങനെ ഒരു എന്താ പറയാ, ലളിതമായ ജീവിത രീതിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. ഭയങ്കര കളർഫുൾ അങ്ങനെയല്ല. തൊട്ടടുത്ത് പണ്ട് നടക്കുന്ന ഇപ്പോഴല്ല. ഇപ്പോഴല്ല തമിഴ്നാട്ടിലുള്ള ആൾക്കാരുടെ കളർ കളറ് സെൻസ് അല്ല നമ്മുടെ ഒരു രീതി. തന്നെ ഈ സെറ്റ് മുണ്ടും അതൊക്കെ ആലോചിക്കുമ്പോ തന്നെ നമുക്ക് പെട്ടെന്ന് കേരളത്തിലെ ആൾക്കാരെയാണ് ആൾക്കാരെ ഓർമ്മ വരിക, ഓർക്കും. അല്ലെ? അതെ, തീർച്ചയായിട്ടും. മുണ്ടും നേരിയതെന്നൊക്കെ അതെ. ആലോചിക്കുമ്പോ, അപ്പൊ അതുകൊണ്ടാകാം ഈ കസവ് കര എന്ന് പറയുന്ന ഡ്രസ്സിന്റെ ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന കേശാലങ്കാരങ്ങളൊക്കെ ഈ ഒരു രാജ 60-70 വർഷങ്ങളുടെ ഉള്ളിലാണ് ഈ കേശാലങ്കാരം ഇങ്ങനെ കെട്ടുന്നതാണോ മുടി പിന്നിടുന്നതാണോ എന്നൊക്കെ ഉള്ളത് കൺഫ്യൂഷൻ തന്നെയായിരുന്നു. പിന്നെ അത് കലാമണ്ഡലത്തില് അവിടെ സുഗന്ധി ടീച്ചറാണ് ആദ്യമായിട്ട് ഇവിടെ കേട്ടുന്നത്. കെട്ടുന്നത്. അപ്പൊ അത്രയും കാലങ്ങളെ ആയിട്ടുള്ളൂ. അപ്പൊ അത് ഭംഗിയാണ് എന്ന് തോന്നിയപ്പോൾ ഓക്കെ, അങ്ങനെ അങ്ങ് നിശ്ചയിക്കുകയാണ് ചെയ്തത്. പണ്ട് വെറും കസവ് ഇട്ടിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് പല കരകളും കളറുകളും ഒക്കെ വെച്ചിട്ടുള്ള. അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഉള്ള മാറ്റം വരും. മാറ്റങ്ങളാണ്. അതെ. അത് തീർച്ചയായിട്ടും വരും. ഓർണമെന്റ്സ് ഇടുന്നതിനും അങ്ങനത്തെ മാറ്റങ്ങൾ വരും. ഞാനിപ്പോ ഈ ഒരു വട്ടത്തിന്റെ സംഭവം പറഞ്ഞപ്പോഴും ഞാൻ ലക്ഷ്മി ടീച്ചറായിട്ട് സംസാരിക്കുമ്പോൾ ടീച്ചർ എപ്പോഴും കുട്ടികളോട് പറയുന്നതാണ്, മോഹിനിയാട്ടം എന്ന് പറയുന്നത് ആ ഒരു വട്ടമാണ് നോക്കേണ്ടത്. നമ്മൾ കൈ പോകുന്നുണ്ടെങ്കിൽ അതൊരു വട്ടമാണ്, ആണ്. കണ്ണാണെങ്കിലും കണ്ണിൽ പോകണം, നിങ്ങൾ ഇരിക്കുമ്പോഴാണെങ്കിലും ആ ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പൊ അതായത് ബേസിക്കലി അതാണ് അതെല്ലാവരും സ്ട്രേറ്റ് ലൈൻ മൂവ്മെന്റ്സ് ഇല്ല. ഓക്കെ. എപ്പോഴും ഒരു വൃത്താകൃതി, വർത്തുളാകൃതിയിലുള്ള മൂവ്മെന്റ് ആണ് മോഹിനിയാട്ടത്തിൽ. അത് ബോഡി ആണെങ്കിലും കൈ ആണെങ്കിലും കണ്ണാണെങ്കിലും അതിന് ഒരു കണ്ടിന്യൂറ്റി ആണ്. അതിനെവിടെയും ഒരു സ്റ്റോപ്പ് ഇല്ല. സ്റ്റോപ്പായിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ നോട്ടത്തിൽ പോലും അവിടെ ഒരു ഫ്ലോ ആണ്. പക്ഷെ ഇതെപ്പോഴും ഒരു മോഹിനി അല്ലെങ്കിൽ ഒരു സ്ത്രൈണ ഭാവത്തിനല്ലേ കൂടുതൽ കാണിക്കുന്നത് അഭിനയം? ആ, എന്താണ്, അങ്ങനെ ഉണ്ടോ? അല്ല, അത് കൂടുതൽ ഇപ്പോ അങ്ങനെ ആയിരിക്കും സ്യൂട്ട് ആവുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അല്ലാതെ ഇന്ന ആൾക്ക് ഇന്നത് എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോ ഇങ്ങനെ ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ല, എല്ലാവർക്കും ചെയ്യാം. ഇപ്പൊ ഭരതനാട്യം കൂടുതൽ ആൺകുട്ടികൾക്കാണോ നല്ലത് ആണുങ്ങൾക്കാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ആൻസർ ഇല്ല. ചെയ്യാം. പക്ഷെ ചെയ്യുമ്പോൾ എന്താണോ ആ ക്ലാസിക്കൽ ആർട്ട് ഫോം
ന്റെ ഒരു രൂപം അത് തന്നെ ചെയ്യണം ആര് ചെയ്യണം. ചെയ്താലും. ഓക്കെ. അത്രേ ഉള്ളൂ. നമ്മളിപ്പോ മോഹിനിയാട്ടത്തിന്റെ പാട്ടുകൾ എടുക്കുമ്പോൾ അപ്പൊ അത് എങ്ങനെയാണ്? സ്വാതി തിരുനാൾ കൃതികളാണോ? അതെങ്ങനെയാ അല്ല, അതിന്റെ സ്വാതി തിരുനാൾ കൃതികൾ ആദ്യം കാലങ്ങളിൽ എടുത്തിരുന്നു എന്നേ ഉള്ളൂ. ഉം. പക്ഷെ ഇപ്പോൾ അതിന്റെ ലിറ്ററേച്ചർ വളരെ വിപുലമാണ്. ഉം. അഷ്ടപദികൾ എടുക്കുന്നുണ്ട്, ജാവളികൾ എടുക്കുന്നുണ്ട്, കവിതകൾ എടുക്കുന്നുണ്ട്, ഭജൻസ് എടുക്കുന്നുണ്ട്, ഉം. ഹിന്ദി ഈ കൃതികൾ എടുക്കുന്നുണ്ട്, ആ, ഓക്കെ. തമിഴ് കൃതി എടുക്കുന്നുണ്ട്, തെലുങ്ക് കൃതി എടുക്കുന്നുണ്ട്. ഭാഷയൊന്നും ബാരിയർ അല്ല. ഉം. എല്ലാ ലിറ്ററേച്ചറും മോഹിനിയാട്ടത്തിന് ഉം. ഉപയോഗിക്കാൻ തുടങ്ങി. ഉം. പിന്നെ നമുക്ക് ഒരാള് കൺസീവ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാൻ ഒരു പാട്ടെടുക്കുമ്പോ എനിക്ക് ഫീൽ ഗുഡായിട്ട് തോന്നുന്നതാണ് ഞാൻ എടുക്കുക ഉം. എന്നുള്ളതേ ഉള്ളൂ. ഉം. എനിക്ക് തോന്നുകയാണ് ഇതില് അത് ഇത് കോറിയോഗ്രാഫി നല്ലതാണ്. ചെയ്യാം ഓക്കെ, എന്ന് ഓക്കെ. തോന്നുമ്പോ ഞാൻ എടുക്കുന്നു. ഇതെങ്ങനെയാണ് ഈ മോഹിനിയാട്ടത്തിന് തന്നെ പല രൂപങ്ങൾ വന്നത്? ഇപ്പൊ ആ കലാമണ്ഡലം മോഹിനിയാട്ടം, അല്ലെങ്കിൽ ഡോക്ടർ നീന പ്രസാദിന്റെ മോഹിനിയാട്ടം, അല്ലെങ്കിൽ അങ്ങനെ പല പല സ്റ്റൈലുകളില്ലേ? എങ്ങനെയാണ് അതിന്റെ ഒരു ശൈലികൾ ഉത്ഭവം? നാലെണ്ണായിട്ടാണ് പറയണത്. ഉം. കലാമണ്ഡല ശൈലി, കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ടീച്ചറുടെ ശൈലി, പിന്നെ കനകലതയുടെ ശൈലി, ഡോക്ടർ കനകലതയുടെ ശൈലി, പിന്നെ ഭാരതി ശിവജിയുടെ ശൈലി, അങ്ങനെ പറയുന്ന മെയിനായിട്ട് ഇതാണ് കൂടുതലായിട്ട് പറയുന്നത്. അത് കലാമണ്ഡലത്തിലൂടെ പഠിച്ചു വന്ന ആൾക്കാരെല്ലാവരും ഉം. കേരള കലാമണ്ഡലത്തിലൂടെ പഠിച്ചു വന്ന കലാമണ്ഡല ശൈലിയിലാണ് ഉം. ചെയ്യുന്നത്. ഈ എല്ലാ കലാരൂപങ്ങളിലും ഉണ്ട് അതൊക്കെ ഉം. തന്നെ. ഉം. ഉം. ഭരതനാട്യത്തിലും ഉണ്ട് ഇത്തരം ശൈലീ ഭേദങ്ങളുണ്ട്. അത് കല്യാണിക്കുട്ടിയമ്മ ടീച്ചർ കലാമണ്ഡലത്തിൽ പഠിച്ചതാണെങ്കിലും ടീച്ചറെ കുറച്ച് മാധവിയമ്മ എന്ന് പറഞ്ഞ ടീച്ചറുടെ അടുത്തുനിന്ന് ഉം. പഠിച്ചതാണ്. ഉം. അതിനുശേഷം ചിന്നമ്മൂമ്മ എന്ന് പറഞ്ഞ ടീച്ചറിനെ അടുത്ത് പഠിച്ചത് കലാമണ്ഡലം സത്യഭാമ ടീച്ചർ. പത്മശ്രീ ഉം. കിട്ടിയ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ തുടങ്ങി ഇങ്ങോട്ട് ക്ഷേമാവതി ടീച്ചറൊക്കെ തന്നെ എന്റെ ഗുരു. ഉം. ക്ഷേമാവതി ടീച്ചറൊക്കെ ചിന്നമ്മൂമ്മ ടീച്ചറുടെ സ്റ്റുഡന്റാ. ആ തായ് വേരിൽ വന്നതാണ് ഈ കലാമണ്ഡലം ശൈലിയായിട്ട് നിൽക്കുന്നത്. അതിനു മുമ്പ് കലാമണ്ഡലത്തിൽ തന്നെ പഠിച്ച കല്യാണിക്കുട്ടിയമ്മ ടീച്ചർ മാധവിയമ്മ എന്ന് പറഞ്ഞ ടീച്ചറിന്റെ അടുത്താണ് പഠിച്ചത്. അപ്പൊ ആ രീതി കുറച്ചൊരു ഡിഫറെന്റ് ആയിരുന്നു. ഉം. അന്നിങ്ങനെ ഒതന്റിക് ആയിട്ടുള്ള ഒരു സിലബസും ഇതിലല്ല ഉം. പഠിച്ചിട്ടുള്ളത്. ഉം. അപ്പൊ ടീച്ചർ പുറത്തേക്ക് വന്ന് ടീച്ചറുടെ ഒരു വലിയ കലാലയം ഒക്കെ സ്ഥാപിച്ച് ഉം. ടീച്ചർ മോഹിനിയാട്ടത്തിന് വളരാനായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും അതുകളും ചെയ്തപ്പോൾ കൊടുത്തു. ടീച്ചറുടെ ഒരു ശൈലിയായിട്ട് വന്നു ഉം. എന്നുള്ളൂ. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള കേരളത്തിലും പുറത്തുനിന്നുള്ള കലാകാരികളാണ് ഡോക്ടർ കനക് ഭാരതി ഷിജി തുടങ്ങിയവർ. അവര് ഇവിടെ വന്ന് ധാരാളം കാര്യങ്ങളൊക്കെ പഠിച്ച് അവരുടേതായ ശൈലിയിൽ അങ്ങനെ ചെയ്തു. പിന്നെ ഓരോരുത്തർക്കും ഇപ്പൊ ഓരോരുത്തർ പഠിക്കുമ്പോഴും ഇപ്പൊ എന്റെ ശരീര ചലനങ്ങളുടെ രീതിക്ക് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഉം. അതൊക്കെ തന്നെ എല്ലാം ഓരോ ശൈലികളായിട്ട് പറയണമെന്നില്ല. ഉം. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഇതിപ്പം ഒരു പൊളിറ്റിക്കൽ പോലെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നാൻ ചിലപ്പം ചിലവർ പറയൂലേ, ഇപ്പൊ ഞാൻ കലാമണ്ഡലത്തിൽ പഠിച്ചത്, ഞാൻ മറ്റത് ചെയ്യില്ല, ഉം. മറ്റേ ഇത് ചെയ്യില്ല, എന്റെ ടീച്ചർ സമ്മതിക്കില്ല, അങ്ങനെ ഒരു 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 പറച്ചിൽ കേൾക്കുന്നുണ്ട് ഈ ഒരു കലാരംഗത്ത്. അങ്ങനെ നിർബന്ധങ്ങളുണ്ടോ? അപ്പൊ ഞാനിപ്പം കലാമണ്ഡലം സ്റ്റൈലിൽ പഠിച്ച ഒരാള് മറ്റൊരു ടീച്ചറുടെ അടുത്ത് അല്ലെങ്കിൽ ആ രൂപം ചെയ്യാൻ പാടില്ല, അങ്ങനെയുണ്ടോ? അതോ നിങ്ങളുടെ കൊളാബറേഷൻ ഒരു പുതിയ ഒരു വേർഡാണോ നിങ്ങളുടെ കലാരംഗത്ത്? ആ, നിങ്ങളുടെ എന്ന് ഇല്ല. പറഞ്ഞില്ല, നമ്മുടെ. സൗന്ദര്യമുള്ള എല്ലാം സ്വീകരിക്കണം അങ്ങനെയാണ്. എന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ എന്താന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് ഒരു രീതി ഉണ്ടാവും, നമുക്ക് അതിൽ കംഫർട്ടബിൾ ആവും, ഉം. അതിൽ നമ്മൾ പോകൂലേ അതെ. സാധാരണഗതിയിൽ. പല വിധത്തിൽ ഇപ്പോ ഒരു ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന രീതിയിൽ നിന്നും ചെറിയ വ്യത്യാസം. ഇപ്പൊ ഈ കൈ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്നതും എല്ലാം ഒരു വ്യത്യാസമുണ്ട്. ഉം. അപ്പൊ ഉം. നമുക്ക് നമുക്ക് എപ്പോഴും ഓക്കെ ആയിട്ടുള്ളൊരു ഒരു രീതി ഉണ്ടാവും. ഉം. അപ്പൊ അതിനകത്ത് നിന്ന് മറ്റൊരു ടീച്ചർ പറഞ്ഞു തരുമ്പോ ഇത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഉം. അപ്പൊ ആ ഒരു രീതി കൊണ്ടൊക്കെ പറയുന്നതാണ്. ഉം. അതല്ലാതെ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും സൗന്ദര്യാത്മകമായ ഉം. രീതിയിൽ ഏതാണോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അതാണ് ഞാൻ ചെയ്യേണ്ടത്. ഉം. ഉം. അല്ലാതെ അങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു ഉണ്ട്, ഉണ്ട്. സ്പർദ്ധയൊന്നും ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. കാര്യമൊന്നുമില്ല. പിന്നെ എല്ലാവരും കംഫർട്ടായിട്ടാണ് ചെയ്യേണ്ടത്, സന്തോഷത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. അതെ. കല ഒരിക്കലും ഭയങ്കര ടെൻഷനോട് കൂടിയും ആരെങ്കിലും പേടിച്ച് ചെയ്യേണ്ട ഒന്നല്ല. ഉം. ഉം. ഏറ്റവും സന്തോഷത്തോടെ ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് നമ്മൾ കലകൾ കൈകാര്യം ചെയ്യണത്. അത് അങ്ങനെയാണ്. ഇല്ലെങ്കിൽ പിന്നെ ആ കല എനിക്ക് കൊണ്ട് തോന്നുന്നു കാര്യമില്ല. അതാണോ എന്നൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടല്ലോ ഇപ്പോഴത്തെ തീർച്ചയായിട്ടും ഒരു. ആണ്. ആ. എന്റർടൈൻമെന്റ് ആണ്, സന്തോഷമാണ് ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അത് കിട്ടുന്നില്ലെങ്കിൽ ആ കല കൈകാര്യം ചെയ്യരുത്. ചെയ്ത് ഓക്കെ. അപ്പം ആ ഒരു പല രീതിയിലുള്ള ഇതുകൾ പറഞ്ഞു. ഇപ്പൊ നമുക്ക് ആ അഭിനയത്തിന് ഭയങ്കരമായിട്ട് ഒരു മൂല്യമുള്ള അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ഒരു കലാരൂപമാണ് അല്ലെ? ഇപ്പം ഞാന് മോഹിനിയാട്ടമാണോ ഭരതനാട്യമാണോ
ആണോ നോക്കുമ്പോൾ ഭരതനാട്യം ഭയങ്കര ചടുലതമായത്. ചടുലമായിട്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ കാല് ഉം. ഫുട് വർക്ക് ആണെന്ന് ഉം. പറയുമല്ലോ സാധാരണ. പക്ഷെ മോഹിനിയാട്ടം അവിടെ നിന്നിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ കാണിച്ചാൽ മതി എന്നാണ് കലയെ പറ്റി തോന്നുന്നു. അധികം അറിയാത്ത ആൾക്കാര് പറയുന്നത്. പക്ഷെ എന്താണ് ഈ അഭിനയത്തിന് ഇതിനുള്ള ഒരു പ്രാധാന്യം? എല്ലാത്തിലും അഭിനയത്തിന് പ്രാധാന്യമുണ്ട്. മോഹിനിയാട്ടത്തിലും നല്ല വിധത്തിൽ പ്രാധാന്യമുണ്ട്. ഉം ഉം ഈ ഉം പറഞ്ഞ പോലെ സ്റ്റാമ്പിങ് കുറച്ച് കുറവാണെങ്കിലും ഉം ബോഡി മൂവ്മെന്റ്സിന് അമിതമായ പ്രാധാന്യം ഉള്ളത് കൊണ്ട്, ഉം നന്നായി പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ വെറുതെ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല മോഹിനിയാട്ടം. ഉം ഉം. ശരീരം അതുപോലെ തന്നെ തന്നെ നന്നായിട്ട് ചലിപ്പിക്കേണ്ടതുകൊണ്ട് ചെയ്യേണ്ടി വരും. നല്ല വിധത്തിലുള്ള ഒരു സ്ട്രെയിൻ എന്ന് ഞാൻ പറയാറില്ല. ഉം ഉം എനിക്കതൊരു സ്ട്രെയിൻ ആയിട്ട് ഫീൽ ചെയ്യാറില്ല. അത് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അഭിനയം എന്ന് പറഞ്ഞാല് എല്ലാ കാര്യത്തിലും നമ്മളിപ്പോ അഭിനയം എന്നാണ്, നമുക്ക് മറ്റൊരാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ടോട്ടൽ എക്സ്പ്രഷനിലൂടെയാണ്. നമ്മളൊരു ഉം സ്റ്റോറി ടെല്ലിംഗ് ആണ്. നമ്മൾ ആ സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നത് നമ്മളുടെ മുദ്രകളിലൂടെയും നമ്മുടെ മുഖഭാവത്തിലൂടെയും. മുഖഭാവം എന്ന് പറയുമ്പോൾ തന്നെ സർവാംഗ അഭിനയാണ് ഉം വരേണ്ടത്. ഉം ഇപ്പൊ നമ്മള് അടിക്കുക എന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ഫേസിൽ മാത്രം അടിക്കുക, ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല. ഉം. നമ്മുടെ ശരീരത്തിലും ഇങ്ങനെ കാണിക്കണം അല്ലെ, ശരീരം ഇങ്ങനെ ആവും. ആ, അതല്ലാതെ നമ്മൾ അടിച്ചു ട്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യമില്ല. അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരികയാണ് എന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് വികസിക്കണം. നമുക്ക് കരയാന്ന് കാണിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആവണം. അതല്ലാതെ എന്റെ ഫേസിൽ മാത്രം ഈ എക്സ്പ്രഷൻ ഇട്ടിട്ട് കാര്യമില്ല. ഉം ടോട്ടൽ ബോഡീനെ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് അത് മറ്റുള്ളവരിലേക്ക് ഉം കമ്മ്യൂണിക്കേറ്റ് ഉം ചെയ്യുക. അത് അതുപോലെ തന്നെ അവർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ടോട്ടൽ ബോഡീനെ അതിനു വേണ്ടി യൂസ് ചെയ്യണം. ഉം ഉം. അതുപോലെയാണ് നമ്മൾ ഏ- സജ്ജീകരിക്കേണ്ടത്. ഏതൊക്കെയാണ് നല്ല ഞാന് എന്റെ കണ്ണടയൊക്കെ വെച്ചത് ഒരു ഭാവം വരാൻ പോണം. ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഭാവങ്ങൾ അ- മോഹിനിയാട്ടത്തിന്? അങ്ങനെയില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയില്ല, അങ്ങനെയില്ല. അങ്ങനെയില്ല. എല്ലാ ഭാവവും നമ്മള് അതെ. ഒരു ലാസ്യം, സ്റ്റോറിയാണ് പറയണത്. ശൃംഗാരം എല്ലാം 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 വരും. ഓക്കെ. അല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ സ്റ്റോറിയാണ് പറയുന്നത്. നമ്മൾ ഓക്കെ. സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം, ആ, ആ, അല്ലെങ്കിൽ ഒരു കഥ നമ്മൾ പറയുമ്പോൾ ആ കഥയിൽ എന്തൊക്കെ വരും, ഒരു ജീവിതത്തിൽ മനുഷ്യന് എന്തെല്ലാം വരും. സന്തോഷം, സന്തോഷം, സങ്കടം, സങ്കടം, ആശ്ചര്യം, ആശ്ചര്യം, അതെ. ബീഭത്സം എന്ന് പറഞ്ഞാൽ ഉം, കാണിക്കുന്ന, അതെ, ഉം. ഇതൊക്കെ നമ്മുടെ സ്റ്റോറിയിൽ വരുമ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യണ്ടേ. അതെ അതെ. ചിലപ്പോ നമ്മളെല്ലാം ഉള്ളിലായിരിക്കും, പുറത്തു വരില്ല. അല്ല, നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ലൈഫിൽ അത് ചെയ്യുന്നുണ്ട്. അതെ. നമ്മൾ വൃത്തിയായിട്ട് ഒരു കാര്യം ഓക്കെ. കാണിക്കും. അത് അതേസമയം ഞാൻ ഒരു സ്റ്റുഡന്റിനോട് നിങ്ങൾ അങ്ങനെ ചെയ്യൂ, ഇതിപ്പോ അങ്ങനെ, അയ്യോ ടീച്ചർ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ കാണുമ്പോ ചെയ്തിട്ടില്ല, അത് ചെയ്തിട്ടുണ്ട്. ആ പക്ഷെ ആ പർട്ടിക്കുലർ ഡാൻസിൽ ചെയ്യുമ്പോ അത് അത് ആ സമയത്ത് നമ്മളത് കാണാതെ കണ്ടു എന്ന് നടിക്കുകയാണ് ഉം, വേണ്ടത്. ഉം, ഉം, ഇപ്പൊ ദേഷ്യം നമുക്ക് ആ സമയത്ത് ഡാൻസ് ചെയ്യുമ്പോ ഇല്ല. ഉം, പക്ഷെ നമ്മളൊരു കുട്ടി കൃഷ്ണൻ മണ്ണ് വാരി തിന്നാണ്. ഉം. അപ്പൊ യശോദ വന്ന് ദേഷ്യത്തിലാണ് ആണ് ചീത്ത ചോദിക്കേണ്ടത്. പറയാം. അപ്പൊ അതിന് എന്റെ കുട്ടി അവിടെ മണ്ണ് തിന്നില്ലല്ലോ എന്നല്ല ഉം, ആലോചിക്കേണ്ടത്. ഉം. അവിടെ ആ കൃഷ്ണൻ, എന്റെ മകനായ കൃഷ്ണൻ അതാ മണ്ണ് തിന്നുന്നു. അപ്പൊ എനിക്ക് ദേഷ്യം വരണം, ഞാൻ എന്ന അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വരണം. ഉം, ഉം. അപ്പൊ അത് നമ്മളുടെ മനസ്സിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നമ്മുടെ ശരീരം, നമ്മൾ എങ്ങനെയാണോ ഒരു കുട്ടീനോട് ദേഷ്യപ്പെടുന്നത് അതുപോലെ തന്നെ ദേഷ്യപ്പെടും. ചെയ്യട്ടെ. അതേസമയം ഞാൻ അപ്പൊ തന്നെ ഞാൻ ഒരാള് തന്നെ ഇനാക്ട് ചെയ്യുമ്പോൾ ഞാൻ അപ്പൊ തന്നെ കൃഷ്ണനാവണം. ആണോ? കൃഷ്ണനാവുമ്പോ അമ്മേനെ പേടിച്ചിട്ട് ഇങ്ങനെ നോക്കണം, എന്നിട്ട് ഉം, വായ ഉം, അടച്ചു പിടിക്കണം. ഉം. അപ്പൊ ആ കുട്ടി അങ്ങനെയാണ് ചെയ്യുക. അതൊക്കെ നമ്മൾ നമ്മള് തന്നെ ഇനാക്ട് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ മനസ്സിലേക്ക് അത് എടുക്കണം, ആ സ്റ്റോറി. ഉം, ഉം, അങ്ങനെയാണ് അഭിനയിക്കേണ്ടത്. ഉം, ഉം, എല്ലാത്തിലും കഥകൾ സെയിം ഉം, തന്നെയാണ്. ഉം. നമ്മൾ ജീവിതത്തിൽ കാണിക്കുന്നത് അഭിനയം എന്ന് പറയില്ല. കാരണം നമ്മൾ അപ്പൊ വരുന്ന ഇമോഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഡാൻസിൽ ചെയ്യുമ്പോൾ നമ്മൾ ആ ഇമോഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഉം. നമ്മുടെ മനസ്സിലേക്ക് എടുത്തുകൊണ്ട് അത് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്. അത് ശരിക്കും ഇതൊരു മൈൻഡ്ഫുൾനെസ് തന്നെയാണല്ലേ? കാരണം എന്താ തീർച്ചയായിട്ടും, വെച്ചാൽ തീർച്ചയായിട്ടും ഫുൾ ബോഡീനെ നമ്മൾ അതിനകത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഉം. ഡാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു ചോദ്യം, സാധാരണ ഇപ്പൊ നമുക്കറിയാം ഇതൊരു ഹിന്ദു മതവിഭാഗത്തിലുള്ള ആളുകൾ അവരുടെ കൃഷ്ണന്റെ ലീലകള് അല്ലെങ്കിൽ അങ്ങനത്തെ സ്തുതികൾ അതൊക്കെയാണ് കൂടുതൽ ഈ ഒരു കലയിൽ നമ്മൾ ചെയ്യുക. അപ്പൊ ക്രിസ്തു മതവിഭാഗത്തിൽപ്പെട്ട മതവിശ്വാസികൾക്ക് അല്ലെങ്കിൽ മത നേതാക്കളൊക്കെ നമ്മളുടെ ഒന്നാം പ്രമാണത്തിനെതിരായിട്ടുള്ള ഒരു ഒരു കലാരൂപമായിട്ടാണ് മോഹിനിയാട്ടത്തെ പലയിടത്തും കാണുന്നത്. കാരണം നമ്മൾ ദൈവത്തിനെയാണ് സ്തുതിക്കുന്നത് അല്ലെ, ഉം. മോഹിനിയാട്ടത്തിലെ പല രീതിയിലും. ആ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുമ്പോൾ മിനി എങ്ങനെയാണ് ആ ഒരു കലയെ കാണുന്നത്? മിനി എനിക്കറിയാം, മിനി അത് ആ ഒരു സ്വന്തമായിട്ട് ഒരു വേദിയില് ഒരു മോഹിനിയാട്ടം നടത്തുമ്പോൾ ആ ഒരു ദൈവികമായ ഒരു അംശം അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്തുതി ആ ഒരു രീതിയിലാണോ, അതോ മറ്റുള്ള ആളുകള് ആ ഉം, ഒരു കല എന്നുള്ള രീതിയിൽ എടുക്കുന്നോ? എങ്ങനെയാ മിനിയുടെ അതിന്റെ ഒരു ചിന്ത? ഇത് മതം
പറയുന്നതിൽ ഉം, എനിക്ക് ഒരു അർത്ഥമായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മൾ എല്ലാ കാര്യത്തിനും ഒരു പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉം, എന്റെ മനസ്സിലെ ആശയാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഒരു ശക്തിനെയാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, ഞാൻ തന്നെയല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് വേണ്ടത്. ഉം, ആ ശക്തിക്ക് നമ്മൾ പേരിടുന്നതാണ്. ഉം, നമുക്ക് കാണാൻ പറ്റുന്നില്ല, നമുക്ക് അനുഭവിക്കാനേ പറ്റുള്ളൂ. ഉം, നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തരുന്ന ആ ശക്തിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അതിനൊരു പേരിട്ടിരിക്കുന്നതാണ് കൃഷ്ണനെന്നോ രാമനെന്നോ ക്രിസ്തുവെന്നോ ഒക്കെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആ കഥകള് എടുത്ത് ചെയ്യുമ്പോൾ അതിനൊരു പേരും ആ കഥകളും ക്രിസ്തു ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉം, 10th പഠിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കഥകൾ ഭരതനാട്യം ഒരു ആവിഷ്കാരം ചെയ്തിട്ടുണ്ട്. ഉം, അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിന് നിന്നില്ല. ഉം, പിന്നെ പേരുകൾ ഇട്ട് പറയുന്നത് ഒരു സ്റ്റോറി, അത് കൂടുതൽ അത് കൺസീവ് ചെയ്തിരിക്കുന്നത് അത്തരം സ്റ്റോറികളിൽ നിന്നാണ്, ഉം, അങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ. മേ ബി ഇന്ത്യൻ ചരിത്രത്തിലൊക്കെ നമ്മൾ കൂടുതൽ ഹിന്ദുയിസം കൂടുതലായിട്ട് ആണല്ലോ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം ഇത്രയും വർഷങ്ങൾക്ക് പഴക്കമുണ്ട് നാട്യശാസ്ത്രത്തിന് ഉം, തന്നെ. ഉം, BC 6ാം നൂറ്റാണ്ടിലാണെന്നൊക്കെ പറയപ്പെടുന്നു. അപ്പൊ ആ സമയത്ത് അതുമായി ബേസ് ചെയ്തിട്ടായിരിക്കണം ഉം, ഉണ്ടായിട്ടുണ്ടാവുക. അതങ്ങനെ കൈകാര്യം ചെയ്തു പോകുന്നേ ഉള്ളൂ. പക്ഷെ ഈ പറയുന്ന സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആത്യന്തികമായി ഉം, ഒരു ഉം, ശക്തിയിലേക്ക് മാത്രമാണ് മാത്രമാണ്. യാത്ര. അല്ലാതെ അതിന് കൃഷ്ണനെന്നോ ഉം, രാമനെന്നോ ഒരു പേരിടുന്ന ഒരു രൂപം നമുക്ക് ഫോട്ടോയിൽ കണ്ട പരിചയമുള്ളൂ ഉം, കൃഷ്ണനെ, അല്ലെ? ഉം, അല്ലാതെ കൃഷ്ണൻ ഇങ്ങനെയാണ്, കഥകളിലൂടെ കൃഷ്ണൻ ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെ നമ്മൾ ഗസ് ചെയ്യാണ് ഉം, ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രിസ്തു അതുപോലെ തന്നെ ഉം, അല്ല, ഉം, ഉം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. ഉം. നമ്മളതൊരു വളരെ ഉം. വേറൊരു ചർച്ചാ അതെ വിഷയമാണ് അതെ അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ അതൊരിക്കലും ഇപ്പൊ ആവശ്യമില്ല. മിനി അവിടെ ഇപ്പൊ വേദിയില് മോഹിനിയാട്ടം ചെയ്യുമ്പോൾ അത് എന്റെ ആ ഒരു ശക്തിയെ ആരാധിക്കുന്ന ഒരു ഫീലാണോ, അങ്ങനെയാണോ ചെയ്യുന്നത്? എന്താണ് അതിന്റെ ഒരു ഭാവം വരുന്നത്? ആ, അങ്ങനെ അങ്ങനെയല്ല. അത് ഉം. ഓ, അതോ എല്ലാ കൂടുതലായിട്ട് ഒരു കൃതികൾക്കും ഒരു അങ്ങനെയൊന്നും കഥ പറയുന്ന ശൈലി, ആ ഒരു ശൈലി? പലതും കഥ പറയുന്നതാണ്, പലതും പ്രാർത്ഥിക്കുന്നതാണ്. ഉം, ഞാൻ പലപ്പോഴും ചില ഇനങ്ങൾ ചെയ്യുമ്പോൾ അതൊരു പ്രാർത്ഥനയായിട്ട് തന്നെ ചെയ്യാറുണ്ട്. ഉം, പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും ഉം, ഞാൻ പിന്നെ വിളക്ക് ഓ, കൊളുത്തി തൊഴണം എന്നല്ല എനിക്ക് തോന്നാറുള്ളത്, ഞാൻ ഈ ഡാൻസ് ചെയ്ത് പ്രാർത്ഥിച്ചു ഉം, എന്നാണ് എനിക്ക് ഉം. തോന്നാറുള്ളത്. അപ്പോ അത് അങ്ങനെയും അങ്ങനെ കാണാം. രീതിയിലും ആ, ചെയ്യാം. രണ്ട് രണ്ട് രീതിയിലും ഓക്കെ. കാണാം അതിനെ. കാരണം എല്ലാ ഇനങ്ങളും അങ്ങനെയല്ല. അതെ അതെ, എല്ലാ വളരെ ഇനങ്ങളും വ്യത്യാസം. അങ്ങനെയല്ല. ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ പോയപ്പോഴാണ് സമയം 11 നമ്മൾ പെട്ടെന്ന് കാണുന്നത്. അപ്പം ഇനി ആഹ്. ആം, ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് എന്തെങ്കിലും കലയെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് ലാസ്റ്റ് മിനിറ്റ് പറയാനുണ്ടോ? തീർച്ചയായിട്ടും കല ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ ഉം, പല വിധത്തില് നല്ല ഗുണങ്ങളുണ്ട്. ഒന്ന്, വളരെ ആനന്ദം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് കല. ഉം, അപ്പൊ അത് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും അത് കാണുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ മനസ്സിന് തീർച്ചയായിട്ടും ആനന്ദം തരുന്ന ഒന്നാണ്. അപ്പൊ എന്തി മറ്റു വിഷമങ്ങളുള്ളവർക്ക് നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഉം, വിഷമങ്ങളെയൊക്കെ ദൂരീകരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കലകള് ഉം. ഉണ്ടായിട്ടുള്ളത്. അതെ, അപ്പൊ തീർച്ചയായിട്ടും അത് കൈകാര്യം ചെയ്യുന്നതും അത് കാണുന്നതും അത് പഠിക്കുന്നതും വളരെ നല്ലതാണ്. നല്ലതാണ്. അതിന് ശ്രമിക്കുക. കുട്ടികൾക്ക് ഇത്തരം ആർട്ട് ഫോംസ് പഠിക്കുന്നത് കൊണ്ട് അവരുടെ പഠനത്തില് ഉം, അവർ മുന്നേറാൻ പറ്റും. അവർക്ക് മാർക്സിനെ പറ്റിയാണെങ്കിൽ, ഞാനും ഈ മാർക്സ് സ്കോർ ചെയ്യണതിനൊന്നും ഉം. എനിക്ക് വലിയ താല്പര്യമില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ കുട്ടികൾക്കും അങ്ങനെ ഇല്ല പറയണം ഇല്ല എന്ന് ഇല്ല ഇല്ല. ആഗ്രഹമില്ല. പക്ഷെ മാർക്ക് സ്കോർ ചെയ്യാനും കല നല്ലതാണ്, പഠിക്കുന്നത് നല്ലതാണെന്ന് നല്ലതാണ്. പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടും ഏറ്റവും സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒന്നായതുകൊണ്ട് എല്ലാവരും കലകൾ പഠിക്കുക, കാണുക, അതിനുവേണ്ടി പ്രോത്സാഹനം കൊടുക്കുക. ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് കലാവിരുന്ന് നമ്മുടെ മനസ്സിന് എപ്പോഴും ഒരു മെഡിറ്റേറ്റീവ് പവർ കൊടുക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പല രീതിയിലും കലയ്ക്ക് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കലാരൂപം കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരേണ്ടത് 30-ാം തീയതി ബാക്കസ് മാഷ് ഹാളിലാണ്. ടിക്കറ്റ് എടുക്കാത്തവരെ എടുക്കുക. ഇനി കൂടുതൽ മിനിയുടെ വർക്ക്ഷോപ്പിനെ പറ്റി അറിയണമെങ്കിൽ അത് നാളെയാണ് മെൽബണിലുള്ളത്. സിഡ്നിയിലും ബ്രിസ്ബനിലുമായിട്ട് മറ്റു ദിവസങ്ങളിലും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വർക്ക്ഷോപ്പിനെ പറ്റി അറിയണം, അല്ലെങ്കിൽ മിനിയുടെ കലയെ പറ്റി അറിയണം, മിനിയുടെ മോഹിനിയാട്ടത്തെ പറ്റി കൂടുതൽ അറിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് മലയാള ജാലകം വഴിയോ ഞാൻ വഴിയോ അല്ലെങ്കിൽ മിനി ഡയറക്റ്റ് വഴിയോ കലന്തിക വഴിയോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. എന്തായാലും മിനി ഞങ്ങളോട് കൂടെ
ഇത്ര നേരം വന്ന് സംസാരിച്ചതിനും ഞങ്ങളുടെ കൂടെ ഇരുന്നതിനും വളരെ നല്ല രീതിയിൽ ആ ഒരു കലയെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് ഉം, ഇവിടെ എത്തിയതിന് നന്ദി പറയുന്നു. എനിക്ക് ഈ മലയാള ഒരു ഓപ്പർച്യൂണിറ്റി നൽകിയതിന് വിസ്മിക്കും ഇതിനും ഈ മലയാള പരസ്യ ജാലകം മലയാള ജാലകം. അപ്പൊ എന്തായാലും മലയാള ജാലകത്തിന്റെ ഷോ ഇവിടെ തീരുകയാണ്. ഞങ്ങൾ ഫേസ്ബുക്ക് ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് ഞങ്ങളെ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് മലയാള ജാലകം മറ്റൊരു എപ്പിസോഡുമായിട്ട് അടുത്ത ആഴ്ച വരുന്നത് വരെ നല്ല നന്മ നിറഞ്ഞ ഒരു ആഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു. നന്മ നിറഞ്ഞ ഒരു ഓണക്കാലം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് നിങ്ങളുടെ RJ ബിസ്മി പാലാട്ടി, മലയാള ജാലകം on 88.9 FM.